ദാ, മാഡം എന്തായി? എല്ലാം പരിശോധിച്ചു. പ്യുവർ ഗോൾഡാണ്. 25 പവനും ഉണ്ട്. 10 ലക്ഷം രൂപ കിട്ടുമല്ലോ അല്ലേ? ഇപ്പോഴത്തെ വില വെച്ച് നോക്കുമ്പോൾ 10 ലക്ഷത്തിന് മുകളിലും കിട്ടും. എനിക്ക് 10 ലക്ഷം രൂപ മതി. ക്യാഷ് എങ്ങനെയാ തരുന്നത്? അക്കൗണ്ടിലാണോ നേരിട്ടാണോ? നേരിട്ട് കിട്ടിയാ അതാ സൗകര്യം. മാഡം അത് എന്താ? ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ഇത്രയും വലിയ തുകയായതുകൊണ്ട് ഇപ്പൊ പണം നൽകാൻ കഴിയില്ല. ഏ, പണം എനിക്കിപ്പോ തന്നെ വേണം. മാഡം തെറ്റിദ്ധരിക്കരുത്. ഇന്ന് ഓഫീസ് തുറന്നതേ ഉള്ളൂ. ഇത്രയും വലിയ തുക ഇപ്പൊ ബ്രാഞ്ചിലില്ല. എങ്കിൽ പിന്നെ നിങ്ങൾക്കത് ആദ്യമേ പറയാറുന്നല്ലോ. സാധാരണ ഇങ്ങനെ ഷോർട്ടേജ് വരാറില്ല മാഡം. മെയിൻ ബ്രാഞ്ചിൽ നിന്ന് പണം എത്തുന്ന പ്രതീക്ഷയിലാ ആദ്യം ഗോൾഡ് പരിശോധിക്കാൻ കൊടുത്തത്. ഇപ്പോഴാണ് ബ്രാഞ്ചിൽ നിന്ന് കോള് വന്നത്. ക്യാഷ് ഈവനിങ് എത്തിക്കും. അപ്പോഴേക്കും മാഡത്തിന് സെറ്റിൽ ചെയ്യാം. എനിക്ക് വൈകിട്ട് വരെ ഒന്നും കാത്തിരിക്കാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്, എന്റെ ഗോൾഡിങ് തിരിച്ചു തന്നേക്ക്. മാഡം അത് ഹോൾമാർക്കില്ലാത്ത ആഭരണങ്ങളാ മാഡം ഇവിടെ നൽകിയത്. മറ്റെവിടെ കൊണ്ടുപോയാലും ഈ ആഭരണങ്ങൾക്ക് 10 ലക്ഷം രൂപ കിട്ടില്ല. ഞങ്ങൾ ട്രഡീഷണൽ ഓർണമെന്റ്സ് എടുക്കുന്നവരായതുകൊണ്ടാ മാഡത്തിന് ഈ തുക തരാന്ന് സമ്മതിച്ചത്. അതുമാത്രമല്ല, ഗോൾഡ് തൂക്കി സീൽ ചെയ്തതിന് ശേഷമാ ക്യാഷിന്റെ ഷോർട്ടേജ് ശ്രദ്ധയിൽപ്പെട്ടത്. അത് ഞങ്ങളുടെ മിസ്റ്റേക്കാ. മാഡം ഇപ്പം ഈ ഗോൾഡ് ഇവിടുന്ന് കൊണ്ടുപോയാൽ മാനേജർക്കും ഞങ്ങൾക്കും ഹെഡ് ഓഫീസിൽ ഉത്തരം പറയേണ്ടി വരും. മാഡം ഒന്നുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. ഇത് രജിസ്റ്റർ ചെയ്ത ഫിനാൻസ് സ്ഥാപനമാണ്. മാഡത്തിന്റെ ആഭരണങ്ങൾ സുരക്ഷിതമായിരിക്കും. ഞാൻ നിങ്ങളെ എങ്ങനെ വിശ്വസിക്കും? എന്താ എന്താ മാഡം പ്രശ്നം? മാഡം, നിങ്ങളുടെ സംശയം ന്യായമാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ സ്ഥാപനമല്ല. വർഷങ്ങളായി ഇവിടെ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ്. നിങ്ങളുടെ ആഭരണത്തിന്റെ പൂർണ്ണ വിവരങ്ങളും രേഖപ്പെടുത്തി രസീത് ഞങ്ങൾ തരും. എടോ, തയ്യാറാക്കിക്കൊണ്ടോ? ഓക്കെ സർ. നിങ്ങൾ എനിക്ക് തരുന്ന രസീതില് സ്വർണത്തിന്റെ തൂക്കവും വിലയും സീലും ഒക്കെ ഉണ്ടാവുമല്ലോ? ഉറപ്പായിട്ടും. എത്ര പവൻ, എത്ര തുക, എല്ലാം അതിലുണ്ടാവും. വൈകിട്ട് വന്നാൽ മാഡത്തിന് പണം കൊണ്ടുപോവാം. വൈകിട്ട് എത്ര മണിക്ക് വരണം? 4 മണിക്ക് വന്നാൽ മാഡം പണം റെഡിയായിരിക്കും. മാഡം ഇത് സൂക്ഷിച്ചു വെച്ചോളൂ മാഡം. ശരി. ഓക്കെ മാഡം.